കാവൽ നിൽക്കുകയാണ്, നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന് മുന്നിലായി കേരള പോലീസ് ഉണ്ട്. അതിനു മുന്നിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ കൂടുതൽ നേതാക്കൾ കൂടി ഈ വീടിന്റെ പരിസരത്തേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ഒരു റെയ്ഡാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വീട്ടു പരിസരത്തേക്ക് എത്തുകയാണ്. എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ ഒരു ഇട റോഡാണിത്. ബേക്കർ ജംഗ്ഷനിൽ നിന്ന് ഒരു 250 മീറ്റർ അകത്തായിട്ടാണ് ഈ റോഡ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ട കാരണം അത്രയധികം പ്രവർത്തകർ ഇവിടേക്ക് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്ന സാഹചര്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർക്ക് പിന്നാലെ ദിനേശ് കുടിയേരി, അതോടൊപ്പം മറ്റ് CPM-ന്റെ നേതാക്കൾ, അവർ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. CPM-ന്റെ കൂടുതൽ നേതാക്കൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായി പിണറായി വിജയന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുമെന്നാണ് വിവരം. എന്തായാലും സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധങ്ങളിലേക്ക് ഈ റെയ്ഡിന് പിന്നാലെ CPM സംസ്ഥാനത്ത് കിടക്കുന്നു. അതിന്റെ ഒരു തുടക്കം പിണറായി വിജയൻ ഈ വാടക വീടിന് മുന്നിൽ ആരംഭിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകരും പോലീസും വീടിന്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. യെസ്, എന്തായാലും വലിയ പ്രതിരോധമാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉയരുന്നത്. CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതാ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. കണ്ണൂരിലെ വസതിക്ക് മുന്നിൽ, തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിൽ ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് MP, V ശിവൻകുട്ടി, അങ്ങനെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഡാനി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. കൂടുതൽ CPM നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പ്രതിഷേധത്തിന്റെ ഒരു കേന്ദ്രമായി ഇവിടെ മാറും. കാരണം നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി 10 വർഷം കേരളം ഭരിച്ച ഇടത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതിനുശേഷം പാർട്ടി സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിടുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പിന്മാറുകയല്ല ചെയ്തത്. പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പരിമിതികളേക്ക് മറികടന്നുകൊണ്ട് അദ്ദേഹം എത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ അപ്രതീക്ഷിതമായി ഹൈക്കോടതിയിൽ നിന്ന് ഈ SLOD TMRL കേസിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെ വളരെ അപ്രതീക്ഷിതമായി 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് പരിശോധനയുമായി ED സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് 5 മണി മുതൽ പല സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ അല്പം കൂടി വൈകിയാണ് പരിശോധന ആരംഭിച്ചത്. അങ്ങനെ 12 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധം തീർക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ CPM ഉള്ളത്. അതിന്റെ ഭാഗമായാണ് പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുള്ള വസതിക്ക് മുമ്പിലടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ സംസ്ഥാന നേതാക്കളടക്കം എത്തുകയും അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ പ്രതിഷേധക്കാർക്ക് നടുവിലൂടെ വേണം പരിശോധന അവസാനിപ്പിച്ച ED സംഘത്തിന് പറഞ്ഞാൽ അവിടെ ഏത് തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ നടക്കുന്ന പരിശോധനകളിലും ചോദ്യം ചെയ്യലുകളിലും എന്തെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും അടിയൊഴുക്കുകളും ചെറുതായിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ പിന്നീട് അതിനോടുള്ള CPM നേതൃത്വത്തിന്റെ പ്രതികരണം എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് വെച്ച് നോക്കുന്നത്. യെസ്, എന്തായാലും നേരത്തെ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാളുള്ള വലിയ പ്രതിരോധം ഇപ്പോൾ CPIM തീർക്കുന്നുണ്ട്. ഒരു പക്ഷേ CPM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകില്ല. അത് ദേശീയ തലത്തിലടക്കമുള്ള നേതാക്കളുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ പോലും ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക്, CPM-ന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിൻ്റെ വസതിയിലേക്ക് ED എത്തുന്നു. അതും കേന്ദ്ര സേനയെ ഉപയോഗിച്ചുകൊണ്ട് ED എത്തുന്നു എന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇത് വലിയ തോതിൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഒരു പക്ഷേ ദേശീയ തലത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ്, 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർച്ചയായി ഭരണത്തിലിരുന്ന പിണറായി വിജയൻ്റെ വസതിയിൽ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിവേഗം കടന്നു വന്ന് പരിശോധന നടത്തിയത്. ഇന്നലെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്
ഇഡിക്ക് ഈ വിഷയത്തിൽ, അതായത് മാസപ്പടി കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന സുപ്രധാനമായ ഉത്തരവ് വന്നത്. അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കകം ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വീണാ വിജയന്റെ വസതിയിലേക്ക്, അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതി കൂടിയായി അത് മാറുന്നത്. വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉൾപ്പെടെയുള്ള വസതികളിൽ, കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയിൽ, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ, ഒപ്പം CMRLന്റെ കമ്പനികളിൽ ഉടമസ്ഥരുടെ വസതികളിൽ ഉൾപ്പെടെ ഒരേ സമയം ആണ് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത് എന്നതാണ്. ഇഡി കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ ആ അന്വേഷണം നടക്കുമ്പോൾ രാഷ്ട്രീയമായി ഇത് CPM-ന് വലിയ തോതിൽ പ്രതിരോധിക്കേണ്ടതായി വരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വസതിയിലേക്ക് ഇഡി അന്വേഷണവുമായി എത്തുമ്പോൾ അത് ദേശീയ തലത്തിലടക്കം വാർത്താ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആണ് ഈ വാടക വീടിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. അവിടെ നമുക്ക് മുൻനിരയിൽ തന്നെ CPM-ന്റെ പ്രമുഖരായ നേതാക്കളെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, ബിനീഷ് കോടിയേരി, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ്, ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രശാന്ത്, മുൻ MLA അടക്കം, വട്ടിയൂർക്കാവ് MLA ആയിരുന്നു VK പ്രശാന്തിനെ അടക്കം നമുക്ക് മുൻനിരയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ CPIM കടന്നു പോകുന്നത്. കിരൺ ബാബു വീണ്ടും ചേരുന്നുണ്ട്. കിരൺ, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇല്ലാത്തൊരു പ്രതിസന്ധിയാണിത്. മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിന്റെ വസതിയിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നു. അതും തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ പിണറായി വിജയൻ പാർട്ടിക്കകത്ത് വിമർശനം നേരിട്ട ഒരു പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ പിണറായി വിജയൻ തുടരേണ്ടതുണ്ടോ എന്ന് പാർട്ടിക്കകത്ത് വിമർശനം ഉയരുന്നൊരു സമയമുണ്ട്. അവിടെ ഒരു പരിധിവരെ പിണറായിക്കെതിരായി വികാരം ശക്തി പ്രാപിച്ചിരുന്നപ്പോഴാണ് പാർട്ടിയുടെ നേതാക്കളെല്ലാവരും ഇപ്പോൾ പിണറായിക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നത്. എന്താണ് പശ്ചാത്തലം കിരൺ? അഭിലാഷ, ഇത് ഒരു തരത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നേടിയ ഒരു സാഹചര്യത്തിൽ മടങ്ങിവരവിനുള്ള ഒരു വലിയ അവസരമായി കൂടിയാണ് കാണുന്നത്. കാരണം പിണറായി വിജയന്റെ മകളുടെ ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളതെങ്കിലും പിണറായി വിജയന്റെ വീട്ടിലാണ് മകൾ താമസിക്കുന്നത്. പിണറായി വിജയനൊപ്പമാണ്. പിണറായി വിജയന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമായി ആ വീട്ടിലുള്ള ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. പിണറായി വിജയനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. വീണയ്ക്കെതിരെയുള്ള കേസന്വേഷണത്തെ അത് വീണയ്ക്കെതിരെയുള്ള കേസായിട്ടല്ല CPM വിലയിരുത്തുന്നത്. അത് പിണറായി വിജയനെയും CPM-നെതിരായിട്ടുള്ള കേസായിട്ടാണ്. CPM-നെയും പിണറായി വിജയനെയും തകർക്കാൻ വേണ്ടിയുള്ള നീക്കമായിട്ടാണ് കാണുന്നത്. അത് കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നുകൂടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരിട്ട് വന്നു തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുകയും BJP-ക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധത്തിനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ഏറ്റവും താഴെത്തട്ടിലടക്കം പന്തം കൊളുത്തി പ്രകടനത്തിനടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.